ഇന്നത്തെ പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ദിവസത്തെ പത്രം പെൻഡിങ് ഉണ്ട്, അതായത് സൺഡേയിൽ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൺഡേ പ്ലസ് സൺഡേ. അപ്പോ ഇന്നത്തെ ന്യൂസ് പേപ്പർ, മൺഡേയിലെ ന്യൂസ് പേപ്പറാണ് നിങ്ങൾ ഈ വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് ടാക്സ് കിറ്റി പിക്സ് അപ്പ് പേസ് അപ്പ് 20.25% ബൈ ഫെബ്രുവരി 10 എന്നാണ്. അപ്പ് 20.25% ബൈ ഫെബ്രുവരി 10 എന്നാണ്. അപ്പൊ ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളുടെ ഇന്ത്യൻ ബഡ്ജറ്റിൽ തന്നെ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിർമ്മല സീതാരാമൻ ഒരു വലിയ കോൺഫിഡൻസ് എക്സ്പ്രസ് ചെയ്തു. അവരുടെ ടാർഗറ്റ് ഇപ്പം തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്, ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ, ഇപ്പം വന്ന ഇന്ത്യൻ ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്രയായിട്ട് പൊതുവെ എക്സ്പേർട്സ് പറയുന്നത് ഫിസിക്കൽ ഡിസിപ്ലിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഫിസിക്കൽ ഡിസിപ്ലിൻ എന്താണെന്നൊക്കെ ഞാൻ ഒരു ദിവസം ഡിസ്കസ് ചെയ്താണ്, അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അവര് 5.9% ഓഫ് GDP ആയിരുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഇപ്പോൾ പറയാണ് 5.8% ആവുള്ളൂ, ഇത്രയും പോലും ആവൂല. അപ്പൊ കടം നമുക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും എന്നാണ് ഈ ബഡ്ജറ്റിൽ അവർ പറഞ്ഞത്. ഒപ്പം നെക്സ്റ്റ് ഇയറിൽ, അതായത് ഈ April 1 തൊട്ട് തുടങ്ങുന്ന ന്യൂ ഫിനാൻഷ്യൽ ഇയറിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 5.1% GDP ആയിരിക്കും എന്ന് പറയുന്നത്. ഇതൊക്കെ കാര്യം എന്താണ്, ഈ ഒരു 5.9 നിന്ന് 5.8 ഈ വർഷം തന്നെ, അതായത് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന March 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ തന്നെ കുറയുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ വീണ്ടും സബ്സ്റ്റാൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നു ടു 5.1% ഓഫ് GDP. ആൻഡ് ദേ ആർ ഓൾസോ ഷോയിങ് ദ കോൺഫിഡൻസ് ദാറ്റ് ബൈ 2027 ഇന്ത്യസ് ഫിസിക്കൽ ഡെഫിസിറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു 4.5% ഓഫ് GDP. അതാണ് ഗവൺമെന്റ് ലക്ഷ്യം. ഇത് ഇപ്പൊ ഈ ഒരു കോൺഫിഡൻസ്, ഇതൊക്കെ ഫാർ അവേ ടാർഗറ്റ്സ് ആണ്. ഒരു ഫാർ അവേ അല്ല, എന്നാലും 2-3 വർഷം അപ്പുറത്തുള്ള കാര്യങ്ങൾ, അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷെ നെക്സ്റ്റ് ഇയറിൽ ഈ 5.1% ഓഫ് GDP എത്തുമെന്ന്, ഫിസിക്കൽ ഡെഫിസിറ്റ് എത്തുമെന്ന് ഗവൺമെന്റിന് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകാൻ കാര്യം ഇത് തന്നെയാണ്. സബ്സ്റ്റാൻഷ്യലി ആണ് നമ്മളുടെ ടാക്സ് മോപ്പപ്പ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, ഗ്രോസ് ഡയറക്ട് ടാക്സ് കളക്ഷൻസ് എമൗണ്ട് ടു 18.38 lakh crore, ഷോയിങ് എ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഓഫ് 17.3% ആണ്. 17.3% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്തേക്കുന്നത് നമ്മളുടെ. അതിൽ തന്നെ ഡയറക്ട് ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത് റീഫണ്ട്സും എല്ലാം മാറ്റിയിട്ട് 50 റീഫണ്ട് ഒക്കെ കൊടുത്തിട്ടുള്ളതാണല്ലോ ഗവൺമെന്റ് ഫൈനലി കിട്ടുന്നത്. ഇത് 18.3 lakh crore എന്നൊക്കെ പറയുന്നവരെ കിട്ടും. ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തപ്പോൾ നമ്മള് അതിനു മുമ്പേ അഡ്വാൻസ് ടാക്സ് അടച്ചിരുന്നു. അവസാനം എനിക്ക് ഈ അഡ്വാൻസ് ടാക്സ് അടച്ചൊക്കെ ഗവൺമെന്റിന് കിട്ടും. പക്ഷേ എൻഡ് ഓഫ് ദി ഇയർ റിട്ടേൺ കൊടുത്തപ്പോൾ എനിക്ക് ഒരു 1 lakh എനിക്ക് റീഫണ്ട് ആയിട്ട് തരാണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ എനിക്ക് 1 lakh, ഇതുപോലെ എത്ര ലക്ഷങ്ങളും അല്ലെങ്കിൽ കോടികളും ഒക്കെയാണ് പലർക്കും റീഫണ്ട് കൊടുക്കാനുള്ളതെന്ന് അറിയാം. ഈ റീഫണ്ടുകൾ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്നതാണ് ഗവൺമെന്റ് ഒറിജിനൽ ടാക്സ് എന്ന് പറയുന്നത്, കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റീഫണ്ട്സിന് ശേഷം തന്നെ 15.6 lakh crore ആണ് അവർക്ക് ഈ വർഷം ഫെബ്രുവരി ആയപ്പോൾ തന്നെ കിട്ടിയേക്കുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത് 20.25% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണെന്ന്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20.25% ഗ്രോത്ത് ആണ്. ഈ റീഫണ്ട് എല്ലാം കഴിഞ്ഞ വർഷമുള്ള ബാക്കി ടാക്സ് ഇനിയും കിടക്കുന്ന ഈ വർഷം ബാലൻസ്. ഇപ്പൊ ഫെബ്രുവരി ഇന്ന് 13-14 കൊണ്ടായാലേ ഉള്ളൂ. അപ്പോൾ ഫെബ്രുവരി ഫുൾ ഉണ്ട്, പിന്നെ മാർച്ച് ഫുൾ ഉണ്ട്. അതുപോലെ കോർപ്പറേറ്റ് ടാക്സ് 13.57% ഗ്രോ ചെയ്തു. പേഴ്സണൽ ഇൻകം ടാക്സിന്റെ ഗ്രോത്ത് ആണ് ഭയങ്കര ഫിനോമിനൽ എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻകം ടാക്സ്, അതായത് നമ്മളൊക്കെ പോലുള്ള ആൾക്കാർ കൊടുക്കുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊടുക്കുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 26.91% ആണ് ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്തത്. കോർപ്പറേറ്റ് ടാക്സ് 13.5%, അതിന്റെ ഇരട്ടി ഗ്രോ ചെയ്തു ഇൻഡിവിജ്വൽസ് പേ ചെയ്യുന്ന ടാക്സ്. അങ്ങനെ ഭയങ്കര സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് ആണ് ഡയറക്ട് ടാക്സ് കളക്ഷൻ. പ്ലസ് ഒബ്വിയസ്ലി GSTയുടെ കളക്ഷന്റെ കാര്യം പറയണ്ടല്ലോ, അത് ഓരോ മാസവും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് ആണ് ഗവൺമെന്റിന് ഈ പറഞ്ഞ ഫിസിക്കൽ ഡിസിപ്ലിനിലൊക്കെ ഭയങ്കര വലിയ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോ ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർപേഴ്സന്റെ പേരൊക്കെ പറയുന്നുണ്ട്. CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. CBDT അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായിരിക്കും. ഞാൻ ഇത്രയും നേരം സംസാരിച്ച ഡയറക്ട് ടാക്സിനെ കുറിച്ചാണ്. ഡയറക്ട് ടാക്സ് ആണ് ഈ പറഞ്ഞ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഡയറക്ട് ടാക്സിനെ കളക്ട് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നോക്കുന്നത് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ഈ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർപേഴ്സൺ ആണ് നിതിൻ ഗുപ്ത. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർപേഴ്സൺ ആണെന്ന് അറിഞ്ഞിരിക്കണം, നിതിൻ ഗുപ്ത, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. അതുപോലെ CBIC ഉണ്ട്, അവരാണ് GSTയുടെ കാര്യം നോക്കുന്നത്. അത് ഇത് പറയുന്നില്ല, ഇതിപ്പോ ഡയറക്ട് ടാക്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഇത് വരുന്നില്ല. ഇത് ഇൻഡയറക്ട് ടാക്സ് ആണല്ലോ ഈ GST എന്ന് പറയുന്നത്. CBIC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റം, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റം, അതാണ് CBIC. ഓക്കെ,
പിന്നെ അടുത്ത ഈ ന്യൂസ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല. ഫാമേഴ്സ് മേ സ്റ്റാർട്ട് ഡൽഹി മാർച്ച് ടുഡേ ആസ് ടോക്സ് കൊളാപ്സ്. അവർക്ക് വേറെ ഒന്നുമല്ല വേണ്ടത്, ഫാമേഴ്സിന് വേണ്ടത് ലീഗൽ ഗ്യാരണ്ടി ഓഫ് MSP ആണ്. MSP മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന ആശയം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഭാരതരത്ന കിട്ടിയ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP എന്ന് പറയുന്നത് ഇപ്പോൾ ഭാരതരത്ന കിട്ടിയ MS സ്വാമിനാഥന്റെ ഒക്കെ ഒരു ഐഡിയ ആണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് കുറെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ ക്രോപ്സിലുണ്ട്, എല്ലാത്തിലും ഒന്നുമില്ല മിനിമം സപ്പോർട്ട് പ്രൈസ്. ഓക്കെ, അത് പ്ലാന്റേഷൻ ക്രോപ്സിൽ ചിലതിലൊക്കെ ഉള്ളു, എല്ലാത്തിലും ഒന്നുമില്ല. നമ്മുടെ റബ്ബറിന് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ട്, ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. കേരള ഗവൺമെന്റ് ഒക്കെ ചിലപ്പോഴൊക്കെ ഒരു പ്രൈസ് അഷുറൻസ് ഒക്കെ കൊടുക്കുന്നുള്ളതിനപ്പുറം ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് സെൻട്രലി അനൗൺസ്ഡ് ആയിട്ട് അതിനൊന്നുമില്ല. അപ്പൊ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ലീഗൽ ഗ്യാരണ്ടി വേണം എന്നാ പറഞ്ഞേക്കുന്നത്, ഒരു ലീഗൽ ബാക്കപ്പ് വേണം മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന്. അതാണ് അവരുടെ ആവശ്യം. അത് പക്ഷേ കൊടുക്കുന്നതിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഇതൊരിക്കലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് അലോ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വലിയൊരു ന്യൂസ് ഉണ്ട്. 3 key പാകിസ്ഥാൻ പാർട്ടി സ്റ്റെപ്പ് അപ്പ് എഫേർട്സ് ടു ഫോം കോalition ഗവൺമെന്റ്. ഞാൻ നിങ്ങളുടെ പറഞ്ഞാൽ എനിക്ക് ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞൊരു പുതിയ ചാനൽ ഉണ്ട്. അതിന്റെ അകത്ത് ഞാൻ ഈ പാകിസ്ഥാനിലെ പൊളിറ്റിക്സിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടൊരു 15 മിനിറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീഡിയോ ആണെന്നാണ് കണ്ടവരെ കണ്ടിട്ട് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഈ പാകിസ്ഥാനിലെ ഈ രാഷ്ട്രീയ കളികളുടെ എല്ലാത്തിന്റെയും വ്യക്തമായിട്ടുള്ള ഒരു അനാലിസിസ് ഞാൻ പറയുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ മിലിറ്ററി എക്സ്പെക്ട് ചെയ്തതിനപ്പുറമാണ് കാര്യങ്ങൾ സംഭവിച്ചത്. നവാസ് ഷെരീഫിനെ അവർ മാക്സിമം പ്രോപ്പ് ചെയ്യാൻ നോക്കി. അയാൾ തന്നെ പ്രൈം മിനിസ്റ്റർ ആവാനാണ് ഇപ്പോഴും സാധ്യത. പക്ഷെ അയാളുടെ പാർട്ടിക്ക് PMLN പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസിനല്ല അവിടെ മെജോറിറ്റി കിട്ടിയത്. അതിനേക്കാളും സീറ്റ്സ് സ്വന്തം പാർട്ടി ചിഹ്നം പോലും ഇല്ലാതെ ഇൻഡിപെൻഡൻസ് ആയിട്ട് മത്സരിച്ച ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് കിട്ടി. അപ്പൊ ഇമ്രാൻഖാൻ ഇപ്പൊ അവിടെ ഇലക്ഷനിൽ വെറുതെ ഇറങ്ങുന്ന മത്സരിച്ചാൽ അവിടെ 2/3 മെജോറിറ്റി പുള്ളിക്ക് കിട്ടും. ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് പോലും ഏതാണ്ട് മെജോറിറ്റിക്ക് അടുത്ത് ഇൻഡിപെൻഡൻസ് അവിടെ വിജയിച്ചു. പക്ഷെ എന്നിരുന്നാലും അവിടുത്തെ മിലിറ്ററിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് അവിടുത്തെ നവാസ് ഷെരീഫിന്റെ പാർട്ടിക്ക് ആയതുകൊണ്ട് അവർ കുറെ കോalition പാർട്ട്നേഴ്സിന്റെ ഒക്കെ കോബിളപ്പ് ചെയ്ത് അവിടെ ഗവൺമെന്റ് ഫോം ചെയ്യാനാണ് സാധ്യത. ഇത് ഞാൻ ഇത്രയും പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല. നമുക്കറിയാം നമ്മളുടെ എനിമി നേഷനാണ്, നമ്മളുടെ ബോർഡറിംഗ് കൺട്രിയാണ്. സോ വാട്ട് എവർ ഹാപ്പനിങ് ഇൻ പാകിസ്ഥാൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. നമ്മളുടെ ഇന്റേണൽ സെക്യൂരിറ്റി, ഓൾ ദീസ് തിങ്സ് ആർ റിലേറ്റഡ് ടു ദ ന്യൂ ഗവൺമെന്റ് ഫോർമേഷൻ ഇൻ പാകിസ്ഥാൻ. ഈവൻ ഇന്റേണൽ സെക്യൂരിറ്റി ഞാൻ പറഞ്ഞാൽ കാശ്മീരിലേക്ക് ഇന്റേണൽ സെക്യൂരിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്, അത് നമുക്ക് വലിയ ആവശ്യമില്ല. UCCയുടെ അല്ല, അത് അവിടുത്തെ വേറൊരു കമ്മ്യൂണൽ ക്ലാഷസിന്റെയാണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കോalition, അതുപോലെ കോalition മേക്കിംഗ്, അതുപോലെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെയൊക്കെ കാര്യങ്ങളാണ്. നോക്കട്ടെ എന്തെങ്കിലും ആവശ്യമുള്ള ന്യൂസ് ഉണ്ടാന്ന്. ബംഗാൾ ഗവർണർ ലൈക്ലി ടു വിസിറ്റ് വയലന്റ് സീറ്റ്, സന്ദേശ് ഖാലി ടുഡേ. ബംഗാൾ ഗവർണർ ആരെന്ന് അറിഞ്ഞിരിക്കണം, എല്ലാവർക്കും അറിയാമായിരിക്കും. CV ആനന്ദ ബോസ്. ഹീസ് എ മലയാളി ആൻഡ് ഓൾസോ ആൻ ex-IAS ഓഫീസർ. അപ്പം അദ്ദേഹമാണ് വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ. അത് നമുക്ക് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഗവർണറും അവിടുത്തെ ഗവൺമെന്റും തമ്മിൽ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ പേജിൽ, വേറെ ഒന്നും പറയാനില്ല. ഈ പേജ് പക്ക റീജിയണൽ പൊളിറ്റിക്സിനെ കുറിച്ചാണ്. നെക്സ്റ്റ് പേജ് അതുപോലെയൊക്കെ തന്നെയാണ്. അതില് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ നോക്കാം. ഇല്ല, ഇത് കർണാടകത്തിലെ അമിത് ഷാ നടത്തിയൊരു പ്രോഗ്രാം. അതൊക്കെ ആ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട മാത്രം പ്രോഗ്രാംസ് ആണ്. സിദ്ധരാമയ്യയുടെ ഒരു ഫോട്ടോ കാണാം, കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യയുടെ. പിന്നെ അവിടെ വേറൊരു കാര്യം, EC സ്നാച്ച്ഡ് NCP ഫ്രം ഇറ്റ്സ് ഫൗണ്ടേഴ്സ്, സേസ് ശരത് പവാർ എന്നൊരു ന്യൂസ് കാണാം. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ റീസെന്റ് ആയിട്ട് പറഞ്ഞതാണ്. ഇത് പൊളിറ്റിക്കൽ ന്യൂസ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളതാണ്. ഇന്ത്യയിലൊരു നാഷണൽ പാർട്ടിയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, NCP. അതിപ്പോ പുള്ളിയാണ് ഫോം ചെയ്തത്, ശരത് പവാർ. പക്ഷേ ഫോം ചെയ്തത് അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതിനേക്കാളും MLA മാർ അദ്ദേഹത്തിന്റെ നെഫ്യൂ ആയ അജിത് പവാർ മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററിന്റെ ഒപ്പമാണ്. അപ്പൊ ഈ ന്യൂമറിക്കൽ സ്ട്രെങ്ത് മാത്രം നോക്കിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പാർട്ടി അവരുടേതാണെന്ന് തീരുമാനിച്ചു. അപ്പൊ ഇപ്പൊ ഈ സ്വന്തം പാർട്ടി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി, ശരത് പവാറിന്റെ കയ്യിൽ നിന്ന്. ഇപ്പൊ NCP ബിലോങ്സ് ടു ശരത് പവാർ, ഹിസ് നെഫ്യൂ അജിത് പവാർ ഫാക്ഷൻ. ഓക്കെ, അപ്പൊ ഫാക്ഷൻ പോലും പറയാൻ പറ്റത്തില്ല, അതൊരു പുതിയ പാർട്ടിയായി. അതാണ് NCP. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേറെ പേരൊക്കെ കൊടുത്ത, ആ പേരൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഉള്ള ന്യൂസുകൾ നമുക്ക് ആവശ്യമൊന്നുള്ളതല്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ എഡിറ്റോറിയൽ പേജ് ആണല്ലോ ഇത്. അപ്പം ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് പാർലമെന്ററി അഫയേഴ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ പാർലമെന്ററി അഫയേഴ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. വേറെ ഒന്നും അല്ല, അത് 17ാം ലോക്സഭ കഴിഞ്ഞു.
ഇനി 17ാം ലോക്സഭയുടെ പേരിൽ ഒരു മീറ്റിംഗ് പോലും ഇന്ത്യയിൽ നടക്കൂല. കാര്യം 17ാം ലോക്സഭയുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഡേ ബിഫോർ യെസ്റ്റർഡേ, സാറ്റർഡേ എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് അത് ലാസ്റ്റ് ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സെഷൻ ഓഫ് ദ പാർലമെന്റ് കൂടിയത്. ആ പാർലമെന്റ് സെഷൻ കൂടിയപ്പോൾ അതിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതോടൊപ്പം തന്നെ ചില നിയമങ്ങളൊക്കെ, എക്സാമിൽ കോപ്പി അടിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർക്കെതിരെ ക്രോഴ്സിന്റെ ഫൈനും അതുപോലെ ഇംപ്രിസൺമെന്റും ഒക്കെ കൊണ്ടുവരുന്ന ഒരു നിയമമൊക്കെ പാർലമെന്റ് അന്ന് പാസ്സായി. ഒപ്പം ഒരു വൈറ്റ് പേപ്പർ 2014 മുമ്പ് ഇന്ത്യയുടെ ഫിനാൻസസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമി മിസ്മാനേജ് എങ്ങനെ UPA ഗവൺമെന്റ് ചെയ്തെന്നും 14 തൊട്ട് മോഡിയുടെ ഗവൺമെന്റ് എങ്ങനെ അതിനെ സ്ട്രീംലൈൻ ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോഴത്തെ എക്കണോമിക് പ്രോഗ്രസിന്റെ പാത്തിലേക്ക് ആക്കിയെന്ന് നോക്കാം. അവരുടെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉള്ള ഒരു വൈറ്റ് പേപ്പറൊക്കെ പാർലമെന്റിൽ അവതരിപ്പിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഡേയിൽ ശ്രീരാമക്ഷേത്രം ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച പാർലമെന്റിന്റെ അകത്ത് സംഘടിപ്പിച്ചു. ഇതൊക്കെയാണ് നടന്നത്. അപ്പം ഈ ലാസ്റ്റ് നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഈ എഡിറ്റോറിയൽ അതൊക്കെ പറയുന്നുണ്ട്. പ്ലസ് അതിനകത്ത് പറയുന്ന 17ാം ലോക്സഭ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം അകത്തെ പേജുകളിലൊക്കെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ നെഹ്റുവിന്റെ ഒക്കെ പീരീഡിൽ ഒരു നിയമം പാസ്സാവാൻ എടുത്തിരുന്ന സമയത്തിനേക്കാളും ഒരുപാട് കുറച്ച് ഇപ്പം നിയമം പാസ്സാവാൻ എടുക്കുന്നുള്ളൂ. അതിന്റെ കാരണം അതൊരു പോസിറ്റീവ് ആയിട്ട് പറയുമ്പോൾ തന്നെ അതിലൊരു നെഗറ്റീവ് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻസ് പാർലമെന്റിൽ നടക്കുന്നില്ല. അപ്പം പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻ നടക്കാതെയാണ് പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും വിത്തിൻ ഡേയ്സ് പാർലമെന്റിൽ പാസ്സാവുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. പിന്നെ ഈ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്, ഇപ്പം രാജ്യസഭയിലും ലോക്സഭയിലും ആയിട്ട് മോർ ദാൻ 100 MPs ഈ ഇടയ്ക്ക് സസ്പെൻഡ് ചെയ്യുന്ന വിഷയമൊക്കെ ഉണ്ടായി. പക്ഷെ അവർ സസ്പെൻഷൻ എല്ലാം പിൻവലിച്ചിട്ടാണ് ഈ ബഡ്ജറ്റ് സെഷനിൽ അവർക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റി. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അല്ല ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനൊന്നും അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ താല്പര്യമുള്ളവരെല്ലാം എല്ലാവരും എഡിറ്റോറിയൽ വായിക്കണം, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എനിക്കിത് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ രണ്ടാമത്തത് കോൺജറിങ് എ കത്താർസിസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ദ വൈറ്റ് പേപ്പർ ഓൺ ദ എക്കോണമി ഈസ് എ പൊളിറ്റിക്കൽ ഡൈവേർഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇത് വീണ്ടും ഈ ഇപ്പോഴത്തെ പാർലമെന്റിന്റെ ലാസ്റ്റ് സെഷനിൽ സംഭവിച്ച വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ്. വൈറ്റ് പേപ്പർ എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് UPA ഗവൺമെന്റ് കാലഘട്ടത്തിലെ കുറെ എക്കണോമിക് മിസ്മാനേജ്മെന്റ് പ്ലസ് അന്ന് നടന്ന കുറെ അഴിമതികൾ, അതൊക്കെയാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അതിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭയങ്കര നൊട്ടോറിയസ് ആയിട്ടുള്ള അഴിമതികളാണ് 2G സ്പെക്ട്രം സ്കാം, കോൾ സ്കാം, ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് സ്കാം, ഇങ്ങനെ കുറെ സ്കാമുകളുണ്ട്. ദേവാസ് ISRO സ്പെക്ട്രം ഷെയറിംഗ് സ്കാം, അങ്ങനെയാണ് നമ്മളുടെ മാധവൻ നായരൊക്കെ ഇനി ഫർദർ ആയിട്ടുള്ള ഗവൺമെന്റ് ജോബുകളിലേക്കൊന്നും ഇനി എടുക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അന്ന് മാധവൻ നായരുടെ പേരിലൊക്കെ കുറെ ഇഷ്യൂ വന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് ചന്ദ്രയാനൊക്കെ നടത്തിയത് ISROയുടെ ചെയർമാനായിരുന്ന മാധവൻ നായരുടെ നേതൃത്വമാണ്. പുള്ളിയുടെ ഒക്കെ നേതൃത്വമാണ് ദേവാസ് ഡീലൊക്കെ നടന്നത്. അതിൽ കുറെ നഷ്ടമൊക്കെ വന്ന് കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ വൈറ്റ് പേപ്പറിൽ ആദ്യം വൈറ്റ് പേപ്പറായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ അതിനുശേഷം എക്കോണമിയുടെ ഗ്രോത്ത് ആ പീരീഡിൽ എങ്ങനെയായിരുന്നെന്നും അതിനുശേഷം ഇപ്പൊ എങ്ങനെയാണെന്നും അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതില് ഈ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ നമുക്കുണ്ടെങ്കിലും അത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതാണ് ഒപ്പോസിഷന്റെ ഭയങ്കര ക്രിറ്റിസിസം. ആ ക്രിറ്റിസിസം അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഹിന്ദുവും ആ ഒരു ക്രിറ്റിസിസം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ കുറെ കാര്യങ്ങൾ, പിന്നെ ഈ GSTയുടെ ആധാറിന്റെ ഒക്കെ കാര്യം, GST നടപ്പാക്കിയത് മോഡി ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ ആധാർ നടപ്പാക്കിയത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ്. ആധാർ നടപ്പാക്കിയത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണെങ്കിൽ ആധാറിന്റെ ഡിസൈഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യാൻ UPA ഗവൺമെന്റ് ശ്രമിച്ചില്ല എന്നൊക്കെ കുറെ ആരോപണങ്ങളൊക്കെ ഈ വൈറ്റ് പേപ്പറിന്റെ അകത്ത് പറയുന്നുണ്ട്. അതിനെ കുറിച്ചാണ്. അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എന്തായാലും വായിക്കണം എല്ലാവരും. ഓക്കെ. പിന്നെ ഇതേ പേജിൽ തന്നെ 2 ആർട്ടിക്കിൾസ് ഉണ്ട്. പാകിസ്ഥാൻസ് ഡെമോക്രാറ്റിക് റവല്യൂഷൻ വിത്ത് സ്കാം ആൻഡ് സ്വിംഗ് എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ കാണാം. ഇത് പാകിസ്ഥാനി തന്നെ ആയിട്ടുള്ള ഒരാൾ എഴുതിയേക്കുന്നത്, അക്ബർ സൈദി എന്ന് പറയുന്ന ആള്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടെന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോ ഇതിലുള്ളതുപോലെ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാന്റെ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ അകത്ത് അവർ പാകിസ്ഥാനിലെ ഇലക്ഷനിൽ ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. പിന്നെ രണ്ടാമത് ഇവിടെ എ പ്രിവിലേജ്ഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് വിത്തൗട്ട് എ ഗൾഫ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ കാണാം. ഇത് സംഭവം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്നും നാളെയും UAE വിസിറ്റ് ചെയ്യാണ്. ഒരുപക്ഷെ ഇന്ത്യ ഇന്ന് ലോകത്തിലെ രാജ്യങ്ങളിൽ ഏറ്റവും
വാല്യൂ കൊടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഇന്ത്യ UAE ഫ്രണ്ട്ഷിപ്പിനാണ്. ഇന്ത്യ UAE ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതും പോലെയല്ല, അത് വേറൊരു ലെവലിലാണ്. ഇപ്പൊ ഈവൻ റഷ്യയുമായിട്ടുള്ള ബന്ധം ഒരു ടൈം ടെസ്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയുടെ ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയപ്പോൾ തൊട്ട് ഇന്ന് വരെ ഇന്ത്യയുടെ ഒരു കാലത്തും ഇന്ത്യക്ക് ഒരു ദോഷവും ഉണ്ടാക്കാത്ത ഫ്രണ്ട്ഷിപ്പ് റഷ്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. നമ്മളുടെ UAE-യുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇത്രയും സ്ട്രോങ് ആവുന്ന കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷം കൊണ്ടായിരിക്കും. അതിനുമുമ്പേ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ ഇന്ത്യയുടെ ഒരു എക്കണോമിക് പ്രോസ്പിരിറ്റിയെ കൂടി, പിന്നെ നമ്മളുടെ ഒരുപാട് വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, യൂസഫ് അലി പോലും പിന്നീട് ഇന്ത്യ UAE ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്ന വലിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ തരുന്ന ലെവലിലേക്ക് നമ്മൾ ഒത്തിരി ബിസിനസ്മെൻ ഒക്കെ അവിടെ ഗ്രോ ചെയ്തു. അതിനൊക്കെ ശേഷമാണ് പിന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം US തന്നെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോഴത്തേക്ക് അവർ പാകിസ്ഥാനെ വിട്ടിട്ട് ഇന്ത്യയോടായി കൂടുതൽ അടുപ്പം ഗൾഫിലെ മിക്ക രാജ്യങ്ങൾ. അപ്പം ഗൾഫ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്കുള്ള ഇന്ത്യയുടെ ഒരു ഗേറ്റ് വേ ആയിട്ടാണ് ഇപ്പൊ UAE ആക്ട് ചെയ്യുന്നത്. മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ബന്ധം പോലും ഇന്ത്യക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പാലമാണ് ഇന്ന് UAE. അതുപോലെ ഇന്ത്യയും UAE-യും തമ്മിൽ ഈയിടയ്ക്ക് നമ്മളിപ്പോ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പാണ്. ഇന്ത്യ UAE പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പാണ്. ആ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്നുള്ളതിന് അപ്പുറം ഇന്ത്യ ഈയിടയ്ക്ക് അവരുമായിട്ടൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തായിരുന്നു. ഇന്ത്യ UAE കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്നാണ് എന്റെ പേര്. ഇന്ത്യ UAE കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് റീസെന്റ് ആണ് നമ്മൾ സൈൻ ചെയ്തത്. വെറും 88 ദിവസം കൊണ്ടാണ്. ഓരോരോ രാജ്യങ്ങളായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കാത്തത് വെറും 88 ഡേയ്സ് കൊണ്ടാണ് നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതിന്റെ പേര് ഇന്ത്യ UAE കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്നാണ്, അത് സൈൻ ചെയ്തത്. പിന്നീട് രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. UAE ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തുന്നുണ്ട്, ഇന്ത്യ UAE-യിൽ നടത്തുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ റുപേ കാർഡ്, ഇപ്പോ ഇന്ത്യയുടെ DPI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ DPI-യിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആധാറാണ്. പിന്നെ UPI ഉണ്ട്, റുപേ കാർഡ് ഉണ്ട്. ഇതുപോലുള്ള സംഭവങ്ങളാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ലോകം മുഴുവൻ ഇന്നലെ ഞാൻ ANA-യുടെ റിപ്പോർട്ട് വായിച്ചത് സീഷെൽസിലൊക്കെ നമ്മൾ UPI പേയ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, സീഷെൽസ് എന്ന് പറഞ്ഞ രാജ്യം അറിയാമല്ലോ, അപ്പോൾ അവിടെയൊക്കെ, അപ്പോൾ സീഷെൽസിലും മൗറീഷ്യസിലും. അതുപോലെ ഈ റുപേ കാർഡൊക്കെ കാലങ്ങൾക്ക് മുമ്പേ UAE-യിൽ അക്സെപ്റ്റബിൾ ആണ്. അതുപോലെ അവിടെയും ഈ പറഞ്ഞ UPI പേയ്മെന്റ്സ് അലൗഡ് ആണ്. അതുപോലെ നമ്മള് ഈവൻ റുപ്പി, നമ്മളുടെ ലോക്കൽ കറൻസിയായ റുപ്പി ദുബായിൽ എയർപോർട്ടിൽ ഇപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ റുപ്പി ദിർഹം സെറ്റിൽമെന്റ് സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് റുപ്പിയിലും ദിർഹത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഡോളർ തന്നെ വേണമെന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെയും US-ന്റെ ഇടയിൽ, UAE-യുടെ ഇടയിൽ സംഭവിച്ചു. അതുപോലെ ഇപ്പൊ തന്നെ മോഡി തന്നെ കഴിഞ്ഞ 8 മാസത്തിനകം 3ാമത്തെ തവണയാണ് ഇപ്പൊ UAE വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ UAE-യുടെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും തമ്മിൽ ഒരു പേഴ്സണൽ സൗഹൃദമുണ്ട്. ഇപ്പൊ രാജ്യത്തിലെ ഭരണാധികാരികൾ എന്നുള്ളതിന്റെ അപ്പുറം വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം. UAE-യുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ്. UAE-യുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ്. അപ്പം അത് ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പല ഇപ്പം അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഈ ഇടയ്ക്ക് ഗാന്ധിനഗറിൽ വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് നടന്നപ്പോൾ, ഗുജറാത്തിലെ വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് നടന്നപ്പോഴത്തേക്ക് അതിലെ ചീഫ് ഗസ്റ്റ് പുള്ളിയായിരുന്നു, UAE-യുടെ പ്രസിഡന്റ്. അതേസമയത്ത് അതിന് പകരം ഇപ്പൊ വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് എന്ന് പറഞ്ഞ് ദുബായിൽ ഇപ്പൊ ഇന്ന് നടക്കുന്ന പ്രോഗ്രാമിന് ഗസ്റ്റ് ഓഫ് ഓണർ മോഡിയാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലൊരു പേഴ്സണൽ കെമിസ്ട്രി ഈ രണ്ട് രാജ്യങ്ങളിലെയും ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഭാരതരത്ന പോലെയാണ് UAE-ക്ക് അവിടുത്തെ പഴയ രാജാവിന്റെ പേരിലുള്ള ടോപ്പ് സിവിലിയൻ ഓർഡർ, ദ ഓർഡർ ഓഫ് സയ്യിദ് എന്ന് പറയുന്ന അവാർഡ് മോഡിക്ക് അവർ കൺഫർ ചെയ്തു. അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധങ്ങൾ. പിന്നെ I2U2 എന്ന് പറയുന്ന വെസ്റ്റ് ഏഷ്യയിലെ ക്വാഡ് എന്നാണ് അറിയപ്പെടുന്നത്. ക്വാഡ് നമുക്കൊക്കെ അറിയാം, USA, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ ക്വാഡ്. അതുപോലെ വേറൊരു ക്വാഡ് ഉണ്ട് ഇപ്പം, I2U2, ഇന്ത്യ, ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UAE. അപ്പം അതിലും UAE ഉണ്ട്. പിന്നെ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൽ ഇപ്പൊ G20-ൽ അനൗൺസ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അതിലൊരു പ്രധാന കമ്പോണന്റ്, അതിലൊരു പ്രധാന പാർട്ടിസിപ്പന്റ് UAE ആണ്. അങ്ങനെ എല്ലാ രീതിയിലും ഇസ്ലാമിക് വേൾഡിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് മാത്രമല്ല, ലോകത്ത് ഇന്ന് ഇന്ത്യക്കുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ UAE-യും ഇന്ത്യയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് നീ പറയാനുള്ളത്. പിന്നെ അതിന്റെ അടുത്ത പേജ് ഇപ്പൊ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഡീകോഡിംഗ് ഇന്ത്യസ് എക്കണോമിക് റിയാലിറ്റീസ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്.
അത് വായിച്ചു നോക്കണം. ഇപ്പൊ എനിക്കത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുക. അത് ഈ വൈറ്റ് പേപ്പർ ഒക്കെ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, വൈറ്റ് പേപ്പർ പാർലമെന്റിൽ ഇന്ററിം ബഡ്ജറ്റിന്റെ സമയത്ത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഡീകോഡിങ് ഇന്ത്യസ് എക്കണോമിക് റിയാലിറ്റീസ് എന്നൊരു ആർട്ടിക്കിൾ ഇത് വന്നേക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ഇന്ന് ബീഹാറിൽ ഫ്ലോർ ടെസ്റ്റ് ആണ്. അതിന്റെ കാര്യമൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ബീഹാറിൽ ഇപ്പൊ ഗവൺമെന്റ് മാറി, നിതീഷ് കുമാർ തന്നെ ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ ആ കൂടെ ഉള്ള കോalition പാർട്ണർ BJP ആയിപ്പം. അപ്പൊ അതുകൊണ്ട് അവിടെ ഫ്ലോർ ടെസ്റ്റ് ആണ്. കോൺഫിഡൻസ് നേടണമല്ലോ സഭയുടെ. പിന്നെ NIA ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. NIA എന്താണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. പിന്നെ താഴോട്ട് വരുമ്പോ ജേർണലിസ്റ്റ് മത്തുവ ലീഡർ ഇൻ തൃണമൂൽസ് ലിസ്റ്റ് ഓഫ് രാജ്യസഭാ കാൻഡിഡേറ്റ്സ്. രാജ്യസഭയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. രാജ്യസഭയിൽ കുറച്ച് വേക്കൻസീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. രാജ്യസഭ ഇസ് എ പെർമനന്റ് ബോഡി. സോ അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്ത് ലോക്സഭയിൽ ഇപ്പൊ 18th ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന പോലെ രാജ്യസഭ ഇലക്ഷൻ നടക്കത്തില്ല. രാജ്യസഭയിലെ ഒരു സിസ്റ്റം അനുസരിച്ച് in each and every 2 years 1/3 of the members will be retired. In that retirement vacancies the election will be conducted. അപ്പൊ അങ്ങനെ ഇലക്ഷൻ വരാൻ പോയാണ് ഇപ്പൊ പല സ്ഥലങ്ങളിലും വേക്കൻസീസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. രാജ്യസഭയുടെ നോമിനീസിന് BJP ഫസ്റ്റ് ലിസ്റ്റ് റിലീസ് ചെയ്യുന്ന പറഞ്ഞ ഒരു ന്യൂസും കാണാം. ഓക്കെ. പിന്നെ ആവറേജ് ആനുവൽ സിറ്റിംഗ് ഡേയ്സ് ഇൻ ലോക്സഭ ഡൗൺ ടു 55 എന്നൊരു, ഒരു വർഷം വെറും 55 ദിവസങ്ങളിൽ മാത്രമേ ലോക്സഭ ഇപ്പൊ സമ്മേളിക്കുന്നുള്ളൂ. 17ാം ലോക്സഭയിൽ ഏതാണ്ട് അങ്ങനെയാണ് സംഭവിച്ചത്. തുടക്കം ഫസ്റ്റ് ലോക്സഭയിലൊക്കെ 135 ദിവസങ്ങളായിരുന്നു ഒരു വർഷത്തിൽ സമ്മേളിച്ചുകൊണ്ടത്. അതാണ് ഇപ്പൊ കുറഞ്ഞു 55 ഡേയ്സിലേക്ക് വന്നു. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഇതാണ്. പിന്നെ ഈവൻ വിമൻ റിസർവേഷൻ ബില്ല്, അതുപോലെ കാശ്മീരിന്റെ സ്പെഷ്യൽ പവേഴ്സ് എടുത്ത് കളഞ്ഞ ബില്ല്, ഇതെല്ലാം വെറും ദിവസങ്ങൾ കൊണ്ട് മാത്രം ഒരു ഡിസ്കഷനും ഇല്ലാതെ പാർലമെന്റിൽ പാസ്സായി. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത്രയാണ് ആ പേജിലുള്ളത്. അതിനടുത്ത പേജ് പോകുമ്പോൾ വീണ്ടും ന്യൂസ് പേജാണ്. അതിൽ മിക്ക ന്യൂസും ഈ പേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കൽ ന്യൂസുകളാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. UP CM യോഗി ആദിത്യനാഥിന്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാം. പിന്നെ ഹിമാന്ത ബിശ്വ ശർമ്മ, ആസാമിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഹിമാന്ത ബിശ്വ ശർമ്മ. അവിടെയുള്ള മറ്റ് ന്യൂസുകൾ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ മോഡിയോടൊപ്പം നടന്നു വരുന്നത് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ് ആണ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് മോഹൻ യാദവ്. പിന്നെ താഴോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിക്ക് ഇന്ന് അബുദാബിയിൽ ഇന്ത്യൻ എക്സ്പാട്രിയേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ സ്വീകരണം കൊടുക്കുന്നുണ്ട്. നരേന്ദ്രമോദി UAE പോകുന്നതിന്റെ 1-2 കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം UAE ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിൾ അബുദാബിയിൽ വെനസ്ഡേയിൽ ഇനാഗുറേറ്റ് ചെയ്യും. ഇന്നല്ല, സോറി, വെനസ്ഡേയിലും ട്യൂസ്ഡേയിലും ആയിട്ടാണ്, നാളെയും മറ്റന്നാളുമായിട്ടാണ്. അപ്പോ അബുദാബിയിലാണ് UAE ഏറ്റവും വലിയ ടെമ്പിൾ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ആ ടെമ്പിളിന്റെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് മെയിൻലി മോഡി പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റി റിസപ്ഷൻ ഇവന്റ് ഒക്കെ അവിടെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഉള്ള ന്യൂസ് ആണ്. ഓക്കെ. ആ ടെമ്പിളിന്റെ പേര് ബാബ്സ് ടെമ്പിൾ എന്നാണ്. ബാബ്സ് ടെമ്പിൾ ഇതൊരു അബ്രിവേഷൻ ആണ്. എക്സ്പാൻഷൻ ഒന്നും പഠിച്ചിട്ടും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ന്യൂസ് കാണാം. ഓവർ 3 lakh ആശ അപ്ലൈ ഫോർ സെന്റേഴ്സ് ഹെൽത്ത് കവർ എന്നൊരു ന്യൂസ് കാണാം. ആശ എല്ലാവർക്കും അറിയാം, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ ഒക്കെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇന്ത്യയുടെ വോളണ്ടിയേഴ്സ് ആണ് ആശ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആശ പ്രവർത്തകർ, അവര് പ്ലസ് നമ്മളുടെ അംഗൻവാടി ജീവനക്കാർ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, പ്ലസ് അവിടുത്തെ ഹെൽപ്പേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ തന്നെ ലാക്സ് ഓഫ് ആൾക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു അവര് ഏത് എക്കണോമിക്, ഇപ്പൊ BPL ഇറങ്ങിയ മുമ്പ് ഇത് കിട്ടുള്ളായിരുന്നു. അതാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കാർഡുകൾ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കാർഡുകൾ ഇത്രയും കാലം BPL ഫാമിലിയിലുള്ളവർക്കേ കിട്ടുള്ളായിരുന്നു. പക്ഷെ ഇവർക്ക് ഇനിയും അങ്ങനെ കിട്ടുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ അംഗൻവാടി വർക്കേഴ്സിന്, അതുപോലെ ആശാ പ്രവർത്തകർക്ക്, അതെ, അവരെല്ലാം കൂടെ ഏതാണ്ട് 10-30 ലക്ഷം ആൾക്കാരുണ്ട്. അവർക്കും കൂടെ ബെനിഫിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ
യോജന എന്താണെന്ന് അറിയാമല്ലോ. 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ വർഷവും ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ്. ആ കാർഡ് ഉപയോഗിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ പോയി ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി ഇത് നിങ്ങളുടെ അറിവിലേക്ക് CAPF, നിങ്ങൾ പലരും എഴുതുന്ന എക്സാം ആയിരിക്കും, സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസിലേക്കുള്ള, അപ്പൊ CRPF, CISF ഇതുപോലുള്ള ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്ന CAPF വഴിയാണ്, സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസ് റിക്രൂട്ട്മെന്റ്. അതിൽ ഇത്രയും കാലം ഹിന്ദിയിൽ ഇംഗ്ലീഷിലെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അതിന് തൊട്ട് മലയാളത്തിൽ ഉൾപ്പെടെ 13 ലാംഗ്വേജസിൽ എഴുതാൻ പറ്റും. അതുപോലെ ഫിഫയും എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും കൂടെ ഫുട്ബോൾ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, സ്കൂളുകളിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു MOU സൈൻ ചെയ്തു. അറിഞ്ഞിരിക്കുക, ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മിനിസ്ട്രി ആയിട്ടാണ് ഫിഫ പിന്നീട് അഗ്രിമെന്റ് സൈൻ ചെയ്തത് അറിഞ്ഞിരിക്കുക, എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആയിട്ടാണ്. പിന്നെ ഓക്കെ, അത്രയാണ് ആ പേജിലെ ന്യൂസ്. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ വേൾഡ് പേജ് ആണ്. വേൾഡ് പേജില് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഫിലിപ്പൈൻസ് അക്യൂസസ് ചൈനീസ് വെസൽസ് ഓഫ് ഡേഞ്ചറസ് മാനുവേഴ്സ്. ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ ഭയങ്കര വിഷയങ്ങളുണ്ട്. മെയിൻലി ഇതാണ് അവർ തമ്മിലുള്ള മെയിൻ വിഷയം. സ്കാർബോറോ ഷോൾ, ഈ ഒരു സ്ഥലം, സ്കാർബോറോ ഷോൾ എന്നറിയപ്പെടുന്ന സ്ഥലം, ആ ഒരു കടലിലെ പ്രദേശം, സൗത്ത് ചൈന സീയിലെ പ്രദേശം ഫിലിപ്പൈൻസിൻ്റെതാണ് ആക്ച്വലി, പക്ഷെ ചൈനയുടെ ആണെന്ന് പറഞ്ഞ് അവർ അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കി. അപ്പം ആ ഒരു വിഷയം ആണ് ഇപ്പൊ അവരുടെ ഇടയിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അതല്ലാതെ സൗത്ത് ചൈന സീയിലെ പല പ്രദേശങ്ങൾ, സൗത്ത് ചൈന സീയും ചൈനയുടെ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതാണ് അവിടുത്തെ മെയിൻ വിഷയം. അപ്പൊ ഇപ്പൊ ഫിലിപ്പൈൻസിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ ആണ്. അദ്ദേഹം ഒരു US-ന്റെ വലിയൊരു അലൈ ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ US-ന്റെ പിന്തുണയും കൂടെ ഉള്ളതുകൊണ്ട് പുള്ളി ചൈനയെ ഡയറക്ട്ലി ചലഞ്ച് ചെയ്യാണ്. ഓക്കെ, പിന്നെ ഫിൻലാൻഡ് ഗോസ് ടു പോൾസ് ടു ഇലക്ട് പ്രസിഡന്റ് ആഫ്റ്റർ എൻട്രി ടു നാറ്റോ. നാറ്റോ എന്ന് പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ് ആണ്. അപ്പം ഈ നാറ്റോയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത രാജ്യമാണ് ഫിൻലാൻഡ്. അതിനുശേഷം ഫിൻലാൻഡിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുകയാണ്. ഫിൻലാൻഡ് മെയിൻലി ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ആണ്, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും ആ ഒരു ന്യൂസ് അവിടെ കാണാം. പിന്നെ നെതന്യാഹു പ്രോമിസ് എ സേഫ് പാസേജ് ടു പാലസ്റ്റീനിയൻസ് അഹെഡ് ഓഫ് റാഫ ഓപ്പറേഷൻ. അതായത് ഗാസ, ഇസ്രായേൽ അതുപോലെ ഹമാസ് വാറിന്റെ ഭാഗമായിട്ട് ഈ പലസ്തീനിലെ ഒരു പ്രദേശമായ റാഫ എന്ന് പറയുന്ന പ്രദേശത്തിൽ അവർ അറ്റാക്ക് തുടങ്ങാൻ പോയി. അതിന് മുമ്പായിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ, സിവിലിയൻസിനെയൊക്കെ സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. അതാണ് ഒരു ന്യൂസ്. ട്രംപ് ഹിറ്റ്സ് അറ്റ് ബാക്കിംഗ് റഷ്യൻ അറ്റാക്ക് ഓഫ് നാറ്റോ സ്റ്റേറ്റ്സ്. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ് ആണെന്ന്. പക്ഷെ ട്രംപിന് അത് ഇഷ്ടമല്ല ആ അലയൻസ്. അദ്ദേഹം കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നാറ്റോയിലെ മെമ്പർ കൺട്രീസിനിട്ട് ഒരുപാട് പണി കൊടുത്തായിരുന്നു. ഇപ്പൊ ട്രംപ് പറയുന്നത്, ഇഫ് ഐ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് USA വൺസ് അഗൈൻ then definitely I will support Russia to attack NATO members എന്നാണ് പറയുന്നത്. നാറ്റോ മെമ്പർ കൺട്രീസിനെ അറ്റാക്ക് ചെയ്യാൻ റഷ്യ ശ്രമിച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. എങ്ങനത്തെ കൺട്രീസിനെയാണെന്ന് അങ്ങനെ പറയുന്നുണ്ട്. ഈ നാറ്റോയുടെ ഭാഗമായിട്ട് കുറെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യേണ്ട രാജ്യങ്ങളുണ്ട്. ആ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാത്ത നാറ്റോ രാജ്യങ്ങൾ റഷ്യ അറ്റാക്ക് ചെയ്താൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എന്തായാലും ട്രംപ് കളി തുടങ്ങി. നാറ്റോയുടെ ചീഫ് അതിനെ സ്ട്രോങ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നാറ്റോയുടെ ചീഫാണ് ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ചാൾസ് മൈക്കലും ആ ഒരു പ്രസ്താവനയെ പിന്നീട് കണ്ടം ചെയ്തിരിക്കുകയാണ്. പിന്നെ പാകിസ്ഥാനിലെ ന്യൂസ് ഉണ്ട്, അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ. പിന്നെ ശ്രീലങ്കയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇവിടെ 1-2 അബ്രിവേഷൻസ് ഉണ്ട്. ബിംസ്റ്റെക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ. സാർക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് റിഡണ്ടന്റ് ആണ്. ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. ബട്ട് പാകിസ്ഥാൻ ഈസ് എ മെമ്പർ ഓഫ് സാർക്ക് ആൻഡ് there are a lot of problems between India and Pakistan. That's why SAARC related functions are almost in a stalemate. അപ്പോൾ അതാണ് സാർക്കിന്റെ പ്രോബ്ലം. അതേസമയത്ത് ബിംസ്റ്റെക്കിൽ പാകിസ്ഥാൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ ഇസ് വെരി ഹാപ്പി ടു എൻഗേജ് വിത്ത് ബിംസ്റ്റെക്. ഇന്ത്യ ഇസ് ഓൾസോ എ മെമ്പർ ഓഫ് ബിംസ്റ്റെക്. ബിംസ്റ്റെക് ഹാസ് 7 participants including India, Bangladesh, Sri Lanka, Nepal, പിന്നീട് ഭൂട്ടാൻ, പിന്നെ തായ്ലൻഡ്,
മ്യാൻമർ. ഇതാണ് ബിംസ്റ്റെക്, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. ആൻഡ് ബിംസ്റ്റെക്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ധാക്ക എവിടെയാണെന്ന് അറിയില്ല, ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലാണ്. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു ന്യൂസ് നമുക്ക് അല്ല, ഇതിലിപ്പം വേറെ ഒന്നും പറയാനില്ല, പെട്ടെന്ന് 2 അബ്രിവേഷൻസ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പേജ് നമുക്ക് വേണ്ട. ബിസിനസ് പേജിൽ ഇന്ന് സാധാരണ ഹിന്ദുവിൽ ബിസിനസ് പേജ് വരുന്ന കോളത്തിൽ മണി വേസ് എന്നുള്ള കോളമാണ് പേജാണ് മണ്ടയിൽ വരുന്നത്, അതിന്റെ ആവശ്യമില്ല. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള അണ്ടർ-19 വേൾഡ് കപ്പ്, സീനിയേഴ്സിന്റെ വേൾഡ് കപ്പ് പോലെ തന്നെ സംഭവിച്ചു. ഇന്ത്യയെ ഫൈനൽ വരെ ഒരു മാച്ച് പോലും തോക്കാതെ വന്ന ഇന്ത്യയെ ഫൈനലിൽ ഓസ്ട്രേലിയ തോപ്പിച്ചു. ഇത് തന്നെയാണ് സീനിയേഴ്സിന്റെ വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോൾ സംഭവിച്ചത്. ഇന്ത്യ ഒരു മാച്ച് പോലും തോക്കാതെ ഫൈനലിൽ വന്ന് ഫൈനലിൽ തോറ്റുപോയി. പിന്നെ സുമിത് നഗൽ ചെന്നൈ ഓപ്പൺ വിൻ ചെയ്തു. ഇന്ത്യയുടെ ബെസ്റ്റ് ടെന്നീസ് പ്ലെയർ ആയ സുമിത് നഗൽ ചെന്നൈ ഓപ്പൺ വിൻ ചെയ്യുക വഴി വേൾഡിലെ ടോപ്പ് 100 ടെന്നീസ് പ്ലേയേഴ്സിന്റെ കൂട്ടത്തിലേക്ക് അദ്ദേഹം കയറി. അതൊക്കെ വല്ലപ്പോഴുമാണ് സംഭവിക്കുന്നത്, സിംഗിൾസിൽ ഇന്ത്യയുടെ പ്ലേയേഴ്സ് ടോപ്പ് 100 വരുന്നത്. അപ്പൊ സുമിത് നഗൽ വേൾഡ് ടോപ്പ് 100 ഒരാളാവാമെന്ന് ഉറപ്പായി. ഇനിയിപ്പോ പുതിയ റാങ്കിങ് വരുമ്പോൾ അദ്ദേഹത്തിന് ആ റാങ്ക് 100-നകത്തായിരിക്കും. അപ്പോ പിന്നെ അവിടെ വേറെ ഒന്നും പറയാല്ല. അടുത്ത പേജിൽ പോകുമ്പോഴും സ്പോർട്സ് പേജിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ അങ്ങനെയല്ല. രഞ്ജി ട്രോഫിയെ കുറിച്ചൊക്കെ എന്നും പറയുന്നതാണ്, അതൊക്കെ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇന്നലത്തെ ന്യൂസ് പേപ്പർ ഒന്ന് ഓടിച്ചെന്ന് നോക്കാം. ഇന്നലത്തെ ന്യൂസ് പേപ്പർ നോക്കുമ്പോ പാക് ആർമി ചീഫ് പിച്ചസ് ഫോർ കോalition ഗവൺമെന്റ്. ഞാൻ നിങ്ങളുടെ തുടക്കത്തിലേ പറഞ്ഞില്ലേ, പാകിസ്ഥാനിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല, പക്ഷെ മാക്സിമം സീറ്റ് പിടിച്ചത് ഇമ്രാൻഖാന്റെ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. കാര്യം തെഹരീക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് അവിടെ മത്സരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് ആയിട്ട് മത്സരിച്ചു. അവർ മാക്സിമം നമ്പർ ഓഫ് സീറ്റ്സ് വിൻ ചെയ്ത്, ബട്ട് ദേ ഫെൽ ഷോർട്ട് ഓഫ് മെജോറിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇനി പറ്റുന്നതെന്ന് വെച്ചാൽ ആരുമായിട്ടെങ്കിലും കോalitionൽ, പക്ഷെ മറ്റുള്ളവർ ഇവരുമായിട്ട് കോalitionൽ വരത്തില്ല. സിൻസ് മിലിറ്ററി ഈസ് നോട്ട് ഇൻ ഗുഡ് ടേംസ് വിത്ത് ഇമ്രാൻഖാൻ, അതുകൊണ്ട് തന്നെ അവർ വരാൻ ചാൻസ് കുറവാണ്. സോ മറ്റു പാർട്ടികളെല്ലാം കൂടെ കോalitionൽ മിക്കവാറും ഗവൺമെന്റ് ഫോം ചെയ്യും. അവർ ചിലപ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടിയിൽ ഇൻഡിപെൻഡൻസിനെ അടർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അതിന് പട്ടാളത്തിന്റെ സപ്പോർട്ട് ഉണ്ട്, അതല്ലേ പാക് ആർമി ചീഫ് പിച്ചസ് ഫോർ കോalition ഗവൺമെന്റ്. പിന്നെ പാർലമെന്റ് ഹെയിൽസ് ടെമ്പിൾ കോൺസെക്രേഷൻ ഇൻ റെസൊല്യൂഷൻ. അതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ഇന്ത്യൻ പാർലമെന്റ് 17th ലോക്സഭയുടെ ലാസ്റ്റ് ഡേ സാറ്റർഡേയിൽ നടന്നൊരു സംഭവമായിരുന്നു. നമ്മളുടെ രാം ടെമ്പിൾ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെസൊല്യൂഷൻ അവിടെ പാസ്സാക്കി. പിന്നെ ഇവിടെ ഇതെന്ന് അറിഞ്ഞിരിക്കുക, EPFO സെറ്റ്സ് ഇൻട്രസ്റ്റ് ഓൺ PF ഡെപ്പോസിറ്റ്സ് അറ്റ് 8.25%. PF അറിയാലോ, പ്രൊവിഡന്റ് ഫണ്ട്. നമ്മളെ എംപ്ലോയീസിന്റെ PF പ്രോവിഡന്റ് ഫണ്ട് കട്ട് ചെയ്യും. ഈ പ്രോവിഡന്റ് ഫണ്ട് കട്ട് ചെയ്യുന്ന എമൗണ്ട് ഒക്കെ കട്ട് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ EPFO ആണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം EPFO, എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഈ EPFO എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസിന് ഒരു ഇൻട്രസ്റ്റ് അതിൽ ഇടുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് അത്യാവശ്യം ഹൈ റേഞ്ചിലാണ് സാധാരണ വച്ചേക്കുന്നത്. ഇപ്പോൾ അത് 8.25% ആയിട്ട് അവർ ഫിക്സ് ചെയ്തു. നമ്മൾ ഇടുന്ന PF കോൺട്രിബ്യൂഷൻസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ആ ഇൻട്രസ്റ്റ് കൂടെ ചേർത്താണ് നമുക്ക് പിന്നീട് പൈസ തിരികെ കിട്ടുന്നത്. അപ്പൊ അത്രയാണ് ആ പേജിലുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോ ആവശ്യമുള്ള ന്യൂസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. മണി ലോണ്ടറിംഗ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. മണി ലോണ്ടറിംഗ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ഈ PMLA എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. ആക്ച്വലി ഈ ആക്ട് ആണ് PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഈ PMLA ആക്ട് ആണ് ED പല കേസസും കള്ളപ്പണമായിട്ട് ബന്ധപ്പെട്ട് ഫയൽ ചെയ്യാൻ അനുവദിക്കുന്നത്. ഈ PMLA ആക്ട് പണ്ടേ ഉള്ളതാണ്, പക്ഷെ ആ ആക്ടിൽ ഇപ്പം കുറെ അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നപ്പം ED ബിക്കെയിം വെരി വെരി സ്ട്രോങ്. മനസ്സിലായോ? PMLAയുടെ അമെന്റ്മെന്റ്സ് EDക്ക് എന്താണ് ഒരു സ്വീപ്പിംഗ് പവേഴ്സ് കൊടുത്തു. അപ്പൊ അതിപ്പം അത് കോൺസ്റ്റിറ്റ്യൂഷനിലല്ല, ഒരുപാട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന പറഞ്ഞ് കുറെ പേര് സുപ്രീം കോടതി പോയെങ്കിലും ഫസ്റ്റ് സുപ്രീം കോടതി തള്ളി. പക്ഷെ ഇപ്പൊ റിവ്യൂ പെറ്റീഷൻ കൊടുത്തേക്കാണ്, സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മണി ലോണ്ടറിംഗ്, വാട്ട് ഈസ് മണി ലോണ്ടറിംഗ്? ഓൾ ഫോംസ് ഓഫ് ഇല്ലിസിറ്റ് ട്രാൻസാക്ഷൻ ഓഫ് മണി ഈസ് മണി ലോണ്ടറിംഗ്. അത് ബ്ലാക്ക് മണി ആയാലും ഹവാല ആയാലും കുഴൽപ്പണം ആയാലും എവറിത്തിങ് കംസ് അണ്ടർ
മണി ലോണ്ടറിങ് പ്രാക്ടീസസ്. ഓക്കെ, അത് വളരെ ഫേം ആയിട്ട് ഇന്ത്യയിൽ നേരിടാനുള്ള നിയമങ്ങളുണ്ട് മണി ലോണ്ടറിങ്. അത് നമ്മളുടെ ഒരു പാരലൽ എക്കോണമി ക്രിയേറ്റ് ചെയ്യും മണി ലോണ്ടറിങ്. പാരലൽ എക്കോണമി ക്രിയേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫോമൽ എക്കോണമി അല്ലാതെ പാരലൽ എക്കോണമിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളെങ്കിൽ ഗവൺമെന്റ് ടാക്സ് ആനും കിട്ടുമോ? എല്ലാ ട്രാൻസാക്ഷൻസും അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആയിരിക്കും നടക്കുന്നത്, കള്ളപ്പണമായിട്ടൊക്കെ. ഓക്കെ, പിന്നീട് താഴോട്ട് വരുമ്പോൾ എണ്ണയുടെ റൈഡിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള കുറച്ച് ന്യൂസുകളാണ്. ഇന്ത്യയിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, മലയാളിയാണ്, ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ ജനിച്ച ഒരു ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആർട്ടുകളുടെ ശേഖരത്തിന്റെ വാല്യൂ തന്നെ 45 കോടി രൂപ വരുമെന്നാണ് ഇന്നലത്തെ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ ഞാൻ വായിച്ചത്. അത് കേരള ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു മരിക്കുന്നതിന് മുമ്പ്. പക്ഷെ ഇതുവരെയ്ക്കും അത് ഫുൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു ക്രിറ്റിസിസം ഒക്കെയാണ് ഞാൻ ഇന്നലെ വായിച്ചത്. എ രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മരിച്ചുപോയി. ഇന്ത്യയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ താഴോട്ട് വരുമ്പോൾ പൊളിറ്റിക്കൽ ന്യൂസ് ഒന്നും വേണ്ട. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ രേവന്ത് റെഡ്ഡിയുടെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ കാണാം. രേവന്ത് റെഡ്ഡി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രേവന്ത് റെഡ്ഡി ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് തെലങ്കാന. അതുപോലെ മുകളിലേക്ക് പോകുമ്പോൾ ചീഫ് എക്കണോമിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വി അനന്ത നാഗേശ്വരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഇന്ത്യയുടെ CEA ചീഫ് എക്കണോമിക് അഡ്വൈസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനന്ത നാഗേശ്വരൻ ആണ്. ഈ അനന്ത നാഗേശ്വരൻ ആണ്, അല്ലെങ്കിൽ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് നമ്മളുടെ എക്കണോമിക് സർവേയുടെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. എക്കണോമിക് സർവേ അത് ബഡ്ജറ്റിന് തൊട്ട് മുമ്പായിട്ട് നടന്ന എക്സർസൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇൻ ജൂൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ present a full budget. Just before the presentation of the full budget, the chief economic advisor of to government of India will present എന്താണ് നമ്മളുടെ എക്കണോമിക് സർവേ റിപ്പോർട്ട് ലോക്സഭയിലാണ് പൊതുവെ അവതരിപ്പിക്കുന്നത്. ലോക്സഭയിൽ എന്നല്ല, അത് നമ്മളുടെ കമ്പയിൻസ് ഹൗസിലാണ് അവതരിപ്പിക്കുന്നത്. ലോക്സഭയും രാജ്യസഭയും കൂടെ ഉള്ള ഒരുമിച്ചുള്ള ഹൗസിൽ. ഓക്കെ, പിന്നെ ഈ പത്രത്തിലും ഈ ബീഹാറിലെ നിയമസഭയിൽ നടക്കാൻ പോണ ഫ്ലോർ ടെസ്റ്റിനെ കുറിച്ചുള്ള ന്യൂസുകളുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ തന്നെയാണ്. പിന്നീട് താഴോട്ട് വരുമ്പോ CAA വിൽ ബി ഇംപ്ലിമെന്റഡ് ബിഫോർ ലോക്സഭ ഇലക്ഷൻ. CAA എന്താണെന്ന് ഞാൻ പലതവണ നിങ്ങൾക്ക് പറഞ്ഞാണ്. CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതുപോലെ അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് 2014 മുമ്പ് വന്ന റിലീജിയസ് പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് എക്സെപ്റ്റ് മുസ്ലിംസ്, അവർ അവിടെ മൈനോറിറ്റി അല്ല മെജോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് മൈനോറിറ്റീസ് ഇങ്ങോട്ട് വരുന്നവർക്ക് ഏതാണ്ട് 6ഓളം കമ്മ്യൂണിറ്റീസിന് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ വിവാദമായത്. കാര്യം സിറ്റിസൺഷിപ്പ് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നീട് ചരൺ സിംഗിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. ചരൺ സിംഗ് ഇപ്പോഴത്തെ നമുക്ക് ഭാരതരത്ന ഇപ്പൊ 3 പേർക്ക് അവസാനം കൊടുത്തില്ലേ, PV നരസിംഹറാവു, ചരൺ സിംഗ് ആൻഡ് MS സ്വാമിനാഥൻ. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഈ പേജിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും അല്ല. ഈ പേജില് ഈ കഴിഞ്ഞ 17th ലോക്സഭയുടെ പീരീഡിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചുണ്ട്. 17th ലോക്സഭ നിലവിൽ വന്ന ഉടനെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അതിനുശേഷം ട്രിപ്പിൾ തലാഖ്, മുസ്ലിങ്ങളുടെ മാരേജ് ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്തു. അതിനു വേണ്ടിയിട്ട് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ബിൽ 2019 കൊണ്ടുവന്നു. പിന്നെ കോവിഡ് പ്രോട്ടോകോൾ വരുന്നു 2020. 3 ഫാം ലോസ്, അത് പിന്നീട് അത് എന്താണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്. 3 കർഷക നിയമങ്ങൾ പാസ്സാക്കി. അങ്ങനെയാണ് കർഷകരുടെ ഒരു വിഭാഗം ഗവൺമെന്റിന് എതിരാവുന്നത്. ആ ഫാം ലോസ് പിന്നെ വിത്ഡ്രോ ചെയ്തു എതിർപ്പ് മൂലം. പിന്നെ പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഇനാഗുറേറ്റ് ചെയ്തു. പുതിയ മന്ദിരത്തിൽ ശെങ്കോൾ, തമിഴ്നാടിന്റെ ചോള രാജവംശത്തിന്റെ അതായത് ശെങ്കോൾ അവിടെ പ്രതിഷ്ഠിക്കുന്നു. പിന്നീട് വിമൻസ് റിസർവേഷൻ ബില്ലാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പുതിയ പാർലമെന്റിൽ പാസ്സാവുന്ന ആദ്യത്തെ നാരി ശക്തി വന്ദൻ അധിനിയം. അതിനുശേഷം നമ്മളുടെ IPC, ഇന്ത്യൻ പീനൽ കോഡ്, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ ഭാരതീയ സാക്ഷി അധിനിയം, ഇങ്ങനെ 3 നിയമങ്ങൾ വരുന്നു. അത് പിന്നെ പാർലമെന്റിൽ ഇടയ്ക്ക് വെച്ചൊരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി. പിന്നീട് ഒരുപാട് പേരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടായി. അതൊന്നും നമ്മൾ പഠിക്കേണ്ട. ബാക്കി ഇതെല്ലാം നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നടന്നിരിക്കണം. ഓക്കെ,
അപ്പൊ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ 17ാം ലോക്സഭയിൽ നടന്ന പ്രധാന സംഗതികൾ. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോ നേവി ചീഫ് ഇനാഗുറേറ്റ്സ് ന്യൂ ഡിഫൻസ് സിസ്റ്റംസ് എന്നൊരു ന്യൂസ് ഉണ്ട്. ഞാൻ അത് വായിച്ചു നോക്കി. ആ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പേര് നിങ്ങൾ പഠിക്കേണ്ട, അത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. നേവി ചീഫിന്റെ പേര് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം, അഡ്മിറൽ ആർ ഹരികുമാർ. അഡ്മിറൽ ആർ ഹരികുമാർ, നേവി ചീഫിനെ അറിഞ്ഞിടാത്തവർ പഠിച്ചു വെച്ചേക്കുക. അഡ്മിറൽ ആർ ഹരികുമാർ ആണ് ഇന്ത്യയുടെ നേവൽ ചീഫ് എന്ന് പറയുന്നത്. പിന്നീട് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് സെറ്റപ്പ് പാനൽ ടു ഡ്രാഫ്റ്റ് UCC റൂൾസ്. ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് സെറ്റപ്പ് പാനൽ ടു ഡ്രാഫ്റ്റ് UCC റൂൾസ് എന്നൊരു ന്യൂസ് കാണാം. UCC എന്താണ്? യൂണിഫോം സിവിൽ കോഡ് അല്ലെ? യൂണിഫോം സിവിൽ കോഡ് ആണ് UCC എന്ന് പറയുന്നത്. അപ്പൊ UCC ഇപ്പൊ അവിടെ പാസ്സായി, അവിടെ നിയമസഭയിൽ അത് പാസ്സായി. ആ നിയമസഭയിൽ പാസ്സായ UCC യൂണിഫോം സിവിൽ കോഡ് ഇനി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കുറെ ആക്ടുകൾ കുറെ റൂൾസ് ഉണ്ടാക്കണമല്ലോ. അതിനുവേണ്ടിയുള്ള സംഭവമാണ് അവർ ചെയ്യാൻ പോണത്. പിന്നീട് ഹിന്ദു ടെമ്പിൾ UAE അബുദാബിയിൽ വരാൻ പോകുന്നത്. അത് അവിടുത്തെ ഏറ്റവും വലിയ ടെമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞ ആ ടെമ്പിളിന്റെ പേര് ബാബ്സ് എന്നാണ് ഷോർട്ട് ഫോമിൽ പറഞ്ഞത്. ബാബ്സ് ഹിന്ദു മന്ദിർ. അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഇവിടെ കാണാം. പിന്നീട് CSIR NAL ഫ്ലൈസ് ടെസ്റ്റ് ഡ്രോൺ ദാറ്റ് ക്യാൻ ഡബിൾ അപ്പ് ആ സ്യൂഡോ സാറ്റലൈറ്റ്. അതാണ് ഒരു സംഭവം. സാറ്റലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോൺ. ആ ഡ്രോൺ നമ്മളുടെ NAL നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ്, CSIRന്റെ ഒരു സ്ഥാപനമാണ്. നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് അവർ ഡെവലപ്പ് ചെയ്തു. അവർ ഇന്നലെ സക്സസ്ഫുള്ളി അതിന്റെ പ്രോട്ടോടൈപ്പ് ഒക്കെ പരീക്ഷിച്ചു. അത് പറന്നങ്ങ് പോയിട്ട് കിലോമീറ്റേഴ്സ് മുകളിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും കുറെ. അത് സ്യൂഡോ സാറ്റലൈറ്റ് ആയിട്ട്, അത് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സാറ്റലൈറ്റ് പോലെയല്ല, എന്നാലും അത്യാവശ്യം സാറ്റലൈറ്റിന്റെ ഫീച്ചേഴ്സ് കുറച്ച് ദിവസം അത്രേ പറ്റൂ. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈവൻ ഭൂമിയുടെ പിക്ചർ വരെ എടുക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോ HAPS എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പാൻഷൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് ആയിട്ട് അതിനെ ആക്ട് ചെയ്യാൻ പറ്റും. HAPS ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം. അത് ഡെവലപ്പ് ചെയ്ത ആരാണ്? NAL നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി. അത് CSIRന്റെ സ്ഥാപനമാണ്. പിന്നെ വേൾഡ് പേജിൽ പോകുമ്പോൾ വേൾഡ് പേജിൽ ഇന്ത്യ മാൽദീവ്സ് വിൽ സോർട്ട് ഇഷ്യൂസ് ബൈലാറ്ററലി. അത് ശ്രീലങ്കയുടെ പ്രസിഡന്റാ പറഞ്ഞത്. ശ്രീലങ്കയുടെ പ്രസിഡന്റ് റാനിൽ വിക്രമസിംഗെയാണ്. ഇപ്പം അവരെല്ലാം, അതുപോലെ ഇന്ത്യയുടെ ജയശങ്കർ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെ പങ്കെടുത്തൊരു മീറ്റിംഗ് ഇപ്പൊ ഇവിടെ വെച്ച് നടന്നു, ഓസ്ട്രേലിയയുടെ പെർത്തിൽ വെച്ച്. അതിന്റെ പേര് ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ് എന്നാണ്. ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ് നടന്ന എവിടെ വെച്ച്? ഓസ്ട്രേലിയയിലെ പെർത്തിൽ വെച്ച് ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ് നടന്നു. അതിലാണ് വിക്രമസിംഗെ പറഞ്ഞ മാൽദീവ്സിന്റെ ഇന്ത്യയുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്, സോർട്ട് ഔട്ട് ചെയ്യാൻ അവർക്ക് അറിയാം, അതുകൊണ്ട് നമ്മൾ ആരെയും ഹെൽപ്പ് അതിന് വേണ്ടി വരില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ശ്രീലങ്ക RCEPയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു, പഠിച്ചു വെച്ചേക്ക്. ഇന്ത്യ അതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ട് പിന്നെ വിത്ഡ്രോ ചെയ്തായിരുന്നു. RCEP എന്താണെന്ന് വെച്ചാൽ റീജിയണൽ കോംപ്രഹെൻസീവ് എക്കോണമിക് പാർട്ണർഷിപ്പ്. RCEP എന്താണ്? റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. അത് സംഭവം വേറൊന്നുമല്ല, ആസിയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ആസിയാൻ. ഈ ആസിയാൻ രാജ്യങ്ങളും അവരുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉള്ള രാജ്യങ്ങളോട് ചേർന്നുണ്ടാക്കി വെക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവരുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉള്ള രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും ഒക്കെ. അപ്പൊ ചൈനയൊക്കെ ഇത് ജോയിൻ ചെയ്തു. ഇന്ത്യ വാസ് ഓൾസോ റെഡി ടു ജോയിൻ ഇൻ ദാറ്റ് RCEP initially, but later because of the protest from farmers in India decided to withdraw from it. Okay, India അതിൽ നിന്ന് പിന്നെ വിത്ഡ്രോ ചെയ്യണം. അപ്പൊ പക്ഷേ അതിൽ ശ്രീലങ്ക ജോയിൻ ചെയ്യുമ്പോൾ RCEP അതൊരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്തോനേഷ്യയിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് ഇപ്പൊ ആരാണ്? ജോക്കോ വിഡോഡോ ആണ്. ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ സയൻസ് പേജ് നമുക്ക് വേണ്ട, അതൊക്കെ സൺഡേയിൽ വരുന്ന പേജുകളാണ്. പിന്നെ ഉത്തരാഖണ്ഡിലെ UCCയെ കുറിച്ചൊക്കെ ഇവിടെ FAQ പേജ്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് പേജിൽ നമുക്ക് വായിക്കാം. ആവശ്യമുള്ളവർ അതൊക്കെ വായിച്ചു നോക്കി. ഇത് നമുക്കൊരു ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പ്രൊഫൈൽസിൽ 2-3 പേരുടെ കാര്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാല് ഇത് യുക്രൈനിലെ പുതിയ മിലിറ്ററി ലീഡറിനെ കുറിച്ചാണ്. അത് വേണ്ട. നമ്മളിതിൽ ഒരു മിഷേൽ ഒനീൽ എന്നുള്ള പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. നോർത്തേൺ അയർലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ, അവരുടെ പേര് അറിഞ്ഞിരിക്കുക. നോർത്തേൺ അയർലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ ആണ് മിഷേൽ ഒനീൽ. അതുപോലെ ശക്തി ബാൻഡ്, ഇപ്പോ സക്കീർ ഹുസൈനും നമ്മളുടെ ശങ്കർ മഹാദേവനും കൂടെ ചേർന്നുള്ള ശക്തി ബാൻഡ് ഇപ്പൊ ഗ്രാമിയിൽ അവാർഡ്സ് നേടിയതിനെ കുറിച്ചും ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം അവരുടെ ദിസ് മൊമെന്റ് എന്ന ആൽബം വിൻ ചെയ്തതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ വായിക്കാം. പിന്നെ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. ഒരു കാര്യം വേണമെങ്കിൽ പറഞ്ഞേക്കാം. JSW എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ജിൻഡാൽ സ്റ്റീൽ വർക്ക്സ്. അവര് ഒഡീഷയിൽ 40,000 കോടി ഇൻവെസ്റ്റ് ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ
ഒരു കോംപ്ലക്സ് സ്ഥാപിക്കാൻ പോയി. അത് ബാറ്ററി സ്റ്റോറേജ് ഫെസിലിറ്റിയും ഒക്കെ ഉണ്ട്, ബാറ്ററി മാനുഫാക്ചറിങ് അതും എല്ലാം ചേർന്ന് ഉള്ളൊരു സംഗതി. അതെല്ലാം അവിടെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സിൽ സുമിത് നാഗലിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്ത്യ ഇന്നലെ ഫൈനൽ കളിക്കുന്നതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, പക്ഷെ തോറ്റ കാര്യം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് ഏഷ്യൻ ഫുട്ബോൾ കപ്പ് ഖത്തർ വിൻ ചെയ്തു. ഏഷ്യൻ ഫുട്ബോൾ കപ്പ് ഖത്തർ വിൻ ചെയ്തു. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ രഞ്ജി ട്രോഫിയെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഈ 2 ദിവസത്തെ ന്യൂസ് പേപ്പറിൽ. അപ്പോൾ നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പർ ഇന്ന് വരെയുള്ള ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുള്ള ആൾക്കാർ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.